അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അതിനെപ്പറ്റി മാമിന് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാല് ആ പഴഞ്ചൊല്ല് പുരുഷന്മാരുടെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് വരും. കാരണം എന്താ വെച്ചാല് അത് അവരുടെ മൂലകാരണം എന്ന് പറയുന്ന ജനിതകമായിട്ട് വരുന്ന അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ആണ്. അതിനകത്ത് നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല. മറ്റുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ളതൊക്കെ അവർ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ സ്ത്രീകളിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഈ ഒരു പോട്ടിനെ നമുക്ക് മാറ്റി കുറിക്കേണ്ടി വരും. കാരണം അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടുവരുന്നത് ഭൂരിഭാഗം സ്ത്രീകളിൽ ഫെറിറ്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അയൺ, അതായത് സ്റ്റോർഡ് അയൺ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഫെറിറ്റിൻ അത് ലോവർ സൈഡിലാണെങ്കിൽ തന്നെ അവർ പറയും നോർമൽ ആണല്ലോ എന്നുള്ള വിചാരമാണ്. പക്ഷെ അല്ല, നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ ഏത് റേഞ്ച് ഉണ്ടല്ലോ നമ്മൾ മിഡ് ആയിട്ടാണോ വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ കാര്യത്തിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ തൈറോയിഡിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡാൻഡ്രഫിന്റെ മൂലകാരണമായ ഫംഗസിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. അതിനകത്ത് ഹെയർ ഫോൾ വന്നത്. അപ്പോൾ ഈ ഡെഫിഷ്യൻസീസ് പരിഹരിച്ച സ്ത്രീകളുടെ ഹെയർ ഫോൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാം.